അവൻ എന്താടാ സത്യം സംഭവിച്ചേ? രാത്രി എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതാണോ? എന്തോന്നാടാ നീ വാടി, ഇവനൊക്കെ ഈ സമയത്ത് ഒരു തമാശ. പിന്നെ വേറെ ആരായിട്ട് ആ ചാണകത്തെ പിടിച്ച് നിന്നിട്ട് ഉറക്കാറ്. പിന്നെ ചാണകത്തൊക്കെ വാടകടിക്കുന്ന ഒരു ചടാൻ പറഞ്ഞു. നമ്മളത്ര ബുദ്ധി അവന്മാർക്കില്ലല്ലോ. ഓഹോ, നീ വിഷ്ണുവിന്റെ വിവരമൊന്നും ഇല്ലേ? പറഞ്ഞാൽ അവൻ എന്താടാ? കുറച്ചു നാൾ മുമ്പ് എന്റെ കൂടെ ഇവിടെ അവൻ ഉണ്ടായിരുന്നു. എനിക്കെന്തോ പ്രശ്നങ്ങൾ എന്തോ വിളിച്ചത് നോക്കിയില്ലേ? കുറെ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തടാ, ഒന്നും അവ എടുക്കുന്നില്ല. പണ്ട് ഞാനിതിലെ വന്നേ മൂത്രമൊഴിക്കല്ലേ? അത് തന്നെ. മക്കളെ ഒന്ന് അവിടെ നിന്നേ. എങ്ങോട്ടാണ് ഈ അസമയത്ത്? നിങ്ങൾ ഈ സമയത്ത് ഇവിടെ നടന്നുകൂടാ. എന്താ നീ മംഗലത്തെ വീട്ടിലെ കുട്ടിയില്ലയോ? നാടാ, കണ്ട വഴിപോക്കനെ നോക്കിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ കുഞ്ഞ് ഇവിടെ നിന്നൂടാ, മംഗലത്താവിലെ കുഞ്ഞ് നിന്നൂടാ. വെക്കം പൊക്കോണം, കാടിറങ്ങണം. ശരിയാ പൂപ്പ, വീട്ടിൽ പോയി കിടന്നുറങ്ങും. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. ഈ അപ്പൂപ്പ ഞങ്ങളോട് പോര്. മക്കളെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. ഇവിടെ ഒടിയന്റെ ശല്യമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് കാടിറങ്ങിക്കോ. എന്താടാ അവിടെ കിട്ടിയതാ? ഇത് വിഷ്ണുവിന്റെ ആണോ? ആടാ, ഇത് വിഷ്ണുവിന്റെ ഫോണാടാ. അവൻ നാട്ടിൽ വന്നിട്ട് കുറെ നാളായിട്ടുണ്ട്. എങ്ങനെ അവിടെ? ശരി വാ, നമുക്ക് അമ്മടുത്ത് പോവാ. പെട്ടെന്ന് സോമ എന്നാ പറ്റിയോ? ചത്ത കോഴിയെ പോലെ അവന്റെ ആ പാട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴും കാറ്റ് വെച്ചിട്ട് നിന്റെ തോന്നലാടാ, നീ മനസ്സിലാക്കുക. എടാ അല്ലടാ, ഞാൻ കണ്ടതാണ്. ഞാൻ സീരിയസ് ആയിട്ട് എത്ര പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കടാ. ശരി, വിശ്വസിക്കാം. നീ നിങ്ങൾ മാറുന്ന പ്രശ്നം കഴിഞ്ഞു. കണ്ണടയ്ക്കുമ്പോഴും തുറയ്ക്കുമ്പോഴും എല്ലാം ഇല്ലായ്മ പോലെ പറഞ്ഞു. എടാ, നീ എന്തൊരു ജീവിതം കണ്ടായിരിക്കും. നീ പറഞ്ഞു മനസ്സിലാക്കി. നമുക്ക് ഒന്നുകൂടെ പോയി തിരക്കിയാലോ? എന്തിന് എന്റെ നിനക്ക് വേറെ പണിയൊന്നും നമ്മൾ ലോകത്തെ എവിടെല്ലാം ചെറുതെല്ലാം കാണും. നീ ഇതൊന്നും ചിന്തിക്കാടാ. എടാ അല്ലടാ, ഇത് എന്റെ കമ്മ്യൂണിറ്റി തന്നെ പെട്ടെന്ന് ആലോചിക്കുമ്പോഴേടാ കണ്ണ് അടച്ചാലും തുറന്നാലും അതേ. എടാ എന്ത് ഇവിടെ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് നിന്നോട് ഞാനിപ്പോ എന്ത് പറയാം എനിക്ക് മനസ്സിലാക്കി. എടാ ഞാൻ സ്വപ്നമായിട്ടിരിക്കണം. ഞാൻ ശരി ശരി മനസ്സിലാക്കി. ആ ശരി.
ഒന്നുമില്ലേ, ഞാൻ പോയതാ അല്ലേ, മുത്തനെ മിസ് ചെയ്തോ? തോന്നേ ഓരോ കാര്യം പറഞ്ഞു എന്താ നിങ്ങളാരും ഉറങ്ങാതെ എന്താ നിനക്കെന്താ വെച്ചി ഒരു മുഖത്തൊരു പേടി പോലെ? ഇല്ല വിളിച്ച ഒന്നുമില്ല. എന്താ ആരും എന്തൊരു പറയടാ, എന്ത് പറ്റി കാര്യം പറ. ഇല്ല വലിച്ച ഇവിടെ നമ്മളൊന്ന് കുറച്ചൊരു കാട്ടിലോട്ട് പോയായിരുന്നു. എവിടെ? ചെറിയൊരു സംഭവം ഉണ്ടായി ഇവിടെ തന്നെ. അപ്പൊ എന്തൊരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ആലിന്റെ എന്നിട്ട് അവിടെ വെച്ച് നമ്മളൊരു മൂപ്പനെ കണ്ടായിരുന്നു. ഒരു വയസ്സൊരു അപ്പോ ഒടിയനെന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. വേദാലത്തറയോടെ പോയത്? കാവിന്റെ അടുത്തുള്ള ആൾക്കാരാണ്. നീ എന്തിനാണ് ഇവരെ വിളിച്ചോണ്ട് അവിടെ പോയത്? ആ ആൾക്കാരോടെ പോവല്ലാന്ന് അറിയത്തില്ലേ? അല്ല വലിച്ച അത് അമ്മാവൻ മരിച്ച വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോ അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി വെറുതെ കാട്ടിലോടൊക്കെ. അത് മക്കളെ, നിങ്ങൾ അവിടെ പോകരുത്. അതെന്താ? അത് നിങ്ങളിപ്പോ അറിയണ്ട. അതേ മുന്നിൽ കുറെ പഴയ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കുറെ ഉണ്ട്. ഇല്ല വലിച്ച ഞങ്ങൾക്ക് അറിയാൻ വലിച്ച, കാരണം ഞാനാ വലിച്ച കണ്ടത്. ഞാൻ കറങ്ങിയെടുക്കണം വലിച്ച. മക്കളെ, നിങ്ങൾ അവിടെ പോകരുത്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അതിനകത്ത് ഒന്നുമില്ല. വലിച്ച ഞങ്ങൾക്ക് അറിയണം. ഞങ്ങള് കൊച്ചു പിള്ളേരൊന്നുമല്ല, എന്നാലും ഞങ്ങൾ അറിയേണ്ട കാര്യം തന്നെ. നിനക്കിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇവരെ വിളിച്ചോണ്ട് അവിടെ പോകരുതെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? പലരും പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി അറിയണം. എന്താ നിങ്ങളോട് പറയണ്ടേ? ആ മൂപ്പൻ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഓടിയെന്നൊക്കെ. നമുക്കാർക്കും ഒന്നും മനസ്സിലായിരുന്നു. അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ എന്തോ ദുരിതമുള്ള പോലെ തോന്നുന്നു. നമുക്കടെ പറയാം. ഓടി ഇരുട്ടിനെയും രാത്രി അടയ്ക്കുമായിരുന്ന ശക്തി, അമാനുഷികമായ പല കഴിവുകളും ഗർഭിണികളായ സ്ത്രീകളുടെ ഭ്രൂണത്തിൽ നിന്ന് അവരോടിയിൽ കിട്ടിയ സത്യം. ആനാവാനും മയിലാവാനും അരിയോ പുലിയോ സിംഹമോ അങ്ങനെ എന്താവാനുള്ള അസാധ്യമായ ശക്തി ഒടിയനുണ്ട്. ഒരു കാലത്ത് ഒടിയന്മാരെ അടക്കി വാഴുന്ന നാടാണ് നാട്ടിൽ ഒടിയന്മാരെ അവസാനിച്ചു വർഷങ്ങളായി. ഇനി നിങ്ങളാരും ഇതിനെപ്പറ്റി അറിയിക്കുന്നു കേട്ടല്ലോ? കേട്ടോ? എല്ലാവരും കിടന്നു തുടങ്ങിക്കോ. ഇതിവിടെ വെച്ച് മാറുന്നു. എന്തൊരു വലിച്ചാണ് പറ്റിയ ആളാണ്. എന്തൊക്കെയോ നമ്മള് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. പിന്നെ വലിയ നമ്മളെ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്ന പോലെ എനിക്ക് എന്തോന്നീ പുള്ളി എന്ത് ഊളൊക്കെ പറയാം. നീ അതൊക്കെ വിശ്വസിച്ച് പറ്റിയ ആളോട് എന്തായാലും ചോദിച്ചത്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. എനിക്കൊന്നും മനസ്സിലാകത്തില്ല. നീയൊക്കെ ഈ പൊട്ടക്കാലം വിശ്വസിച്ചിരുന്നു. ഡേ അപ്പൊ നിന്റെ ഫോൺ കാണിച്ചത്? ഇത് വിഷ്ണുവിന്റെ ഫോണാണോ? നീ കാണിക്ക് നോക്കട്ടെ. നമ്മളിപ്പോ എന്താ ചെയ്യാനാ? എന്തൊക്കെയാ ഒന്നുകൂടെ ഒന്നും അവിടെ ഇപ്പൊ വിഷ്ണുവിനെ കാണാതായത്. ഹലോ നീല, പുറത്തോട്ടാണ് ആനക്കാരിലുള്ള ചേനക്കാരി മുത്തൊറ്റ പറ്റിയ പുറത്തോട്ട് തന്നെ. ഇവന് വേറെ പണി നോക്കിയാ ചുമ്മാ അവിടെ ഇനി അതൊക്കെ വരും. അമ്മാവൻ പറഞ്ഞ എന്തൊക്കെയോ
കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ വിളിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഒക്കെ നിശ്ചയം അതല്ലേ നമ്മൾ നാളെ കാണാം എൻ്റെ കണക്കെല്ലാം നാളെ സിനിമ പോവാം അടിച്ചു മുത്തനെ കുറച്ച് പണിയില്ലായിരിക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ശരി രാവിലെ. നീ അറിയാൻ പാടില്ലാത്ത കാര്യം ഇപ്പോഴാണ്. അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് നിന്നെ എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിക്കണം. അത് പോകാം. കണ്ടോ എനിക്കെന്തോ ഭയം വേണ്ട. എടാ നമുക്ക് പോവാടാ. അവൻ്റെ അടുത്ത് പ്രശ്നമില്ല. എടാ ഇവിടെ നിന്നാ ഇനി പേടിയാ. ഇവിടെ ഇവിടെ ശരിയാക്കി നമുക്ക് റൂമിൽ പോവാം. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു പിടുത്തം കിടക്കില്ല ആലോചിച്ചിട്ട്. അവൻ എന്താണ് പറ്റിയേ? അവനെന്താ നമുക്ക് പുറത്ത് അന്വേഷിച്ചാലോ? അവൻ സംഭവിച്ചത് ഇനി വേറെ ആർക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ പുറത്ത് പോകുന്നത് സേഫാണ്. എങ്ങനെ പറയാൻ സാധിക്കുക? കൂടെ നടന്നാലും അവൻ എങ്ങനെ വിട്ടുകളയാൻ തോന്നണം നിനക്ക്? അപ്പൊ നീ പറയുന്നത് ശരിയാണ്. ഇപ്പൊ പോകുന്നെങ്കിൽ ഞാനത് റെഡിയാണ്. അപ്പൊ പോകുന്നെങ്കിൽ പോവാം. ഇതിന് നമ്മളെല്ലാം തീരുമാനിച്ച് കുറച്ച് മാത്രമേ എന്ത് കാര്യം മുന്നോട്ട് എടുക്കാവൂ. ഇനി അങ്ങോട്ട് എല്ലാത്തിനും കാരണം ഈ ഫോണാ. ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ
കുട്ടിക്കൊഴിച്ച് നോക്കുമ്പോൾ ഇനി എന്തൊക്കെയോ കൂടുതൽ വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിരിച്ചടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്തായാലും നാളെ ആ കാട് കയറണം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് നാളെ ആ കാട്ടിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യം മൂപ്പരെ കണ്ടുപിടിക്കണം. എല്ലാത്തിന്റെ തുടക്കം അവിടുന്ന്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ ഇതിനെ പറ്റി? ഇപ്പൊ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയാണ് നമ്മൾ പുറത്ത് പോകുന്ന സേഫ് അല്ല. നാളെ പുലർച്ചെ നമുക്ക് ഇറങ്ങാം. ധൈര്യമായിട്ടിരിക്കും. എടാ അവൻ എന്നെ പറ്റിയേ. എടാ എടാ ഈ പോക്ക് ശരിയാക്കില്ലടാ, നമുക്ക് തിരിച്ചു പോകണം. ഇല്ലടാ, അവനെ കണ്ടുപിടിച്ച്. എടാ വേണ്ട, ഇവിടെ അപകടം ഉണ്ടോ? ആദ്യം നമുക്ക് ഇന്നലെ കണ്ട ആ മൂപ്പനെ കണ്ടുപിടിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കെന്നല്ലേടാ, അവനെ കുറിച്ച് അറിയാതെ അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങണം. മൂപ്പായ് മൂപ്പായ് അവിടെ നീരെടുക്കുന്ന സൗണ്ട് ഉണ്ട്. എന്താ മക്കളെ? മൂപ്പ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കാണാനില്ല മൂപ്പ. ഇവന്റെ അമ്മ മരിച്ചതും ഞങ്ങളുടെ മനുവിനെ കാണാതായും തമ്മിൽ എന്തൊക്കെയോ ഒരു സാമ്യമുണ്ട്. ഇവിടെ നിന്ന് നടക്കുന്നത് എന്തായാലും ഒരു ധാരണ മൂപ്പനുണ്ട്. ദയവ് ചെയ്താണ് ഞങ്ങളോടൊന്നും പറയണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരൻ തിരിച്ചു വേണം. വേണ്ടയ്ക്ക് നമുക്കറിയാം. ആര് നിങ്ങൾക്ക് അറിയാം. ആര് നേരത്തെ പറഞ്ഞതായിരുന്നു. അവന്റെ പേര് പറ മൂപ്പ. ആരാവൻ? മൂപ്പ ഞങ്ങൾക്ക് അറിയണം, പറ. ഒടിയൻ. ഒടിയനോ? എന്റെ കുട്ടിക്കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയതാ. ആരാ ഈ ഒടിയൻ? എന്താണ് ഞാൻ നിന്റെ കുലം നശിപ്പിക്കാൻ വന്നവനാണ് അവൻ. അവനെന്താ ഞങ്ങളെ നിന്റെ കൂട്ടുകാർ വിഷ്ണു അല്ലേ? ഒടിയൻ ഇവനാ? വിഷ്ണു എന്തിനാണ് എന്റെ അമ്മാവനെ? എന്താണ് ബന്ധം? മനു, എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. എടാ ഇപ്പം നമുക്ക് എവിടുന്ന് തുടങ്ങണമെന്നൊരു പിടിയുമില്ലടാ. നമ്മളെ കൊണ്ട് താങ്ങൂലടാ. എന്താടാ നടക്കുന്നത്? നിന്റെ അമ്മാവന്റെ മരണവും മനുവിന്റെ കാണാതായ എന്തോ നമ്മളെ കൊണ്ട് താങ്ങൂലടാ. വിഷ്ണുവനെ ചെയ്യില്ലടാ, ചെയ്യേണ്ട ആവശ്യമില്ല. ആ മൂപ്പൻ ഇതിനെ പറ്റി എന്തൊക്കെയാ അറിയാം. നീ അവനാണ് കാണുന്നത്. അവനിക്ക് എന്നെ കൊല്ലേണ്ട ആവശ്യമില്ലടാ. അവന്റെ നല്ലൊരു സുഹൃത്താണ്. നിന്റെ കുടുംബമായിട്ട് അവനെന്തോ. എന്തായാലും ഇതിനൊരു അവസാനം കാണാതെ നമ്മളിനി കടങ്ങുന്നില്ല. ജീവിക്കുകയാണേലും മരിക്കുകയാണേലും ഒരുമിച്ച്. എന്തായാലും നമ്മുടെ അവൻ പോയില്ലടാ. വാ നമുക്ക് തിരക്കാം.
അറിയണമായിരുന്നു നിന്റെ കുടുംബം എൻ്റെ കുടുംബത്തോട് ചെയ്ത നിന്റെ വീട്ടുകാർ കാരണം എൻ്റെ കുടുംബമാണ് നശിച്ചത്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കുടുംബം, അതിന് പകരമായാണ് ഞാൻ നിന്റെ അമ്മാവൻ. ഇനി നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരായി ഞാൻ വകവെക്കും. നിന്നോടെനിക്ക് ഒരു വിദ്വേഷമില്ല, ഒരു പകയുമില്ല. പക്ഷേ നിന്റെ കുടുംബത്തോട് അടങ്ങാത്ത പകയാണ്. ഞാൻ എന്ന് നിന്റെ വീട്ടിൽ വന്നു അന്ന് മനസ്സിലാക്കി നിന്റെ കുടുംബത്തോട് നിന്റെ കുടുംബക്കാരാണ്. അന്ന് തൊട്ട് ഞാൻ ഇതിന്റെ പിറകെ ഓടുകയായി. എത്രയോ മാസങ്ങൾ ഞാൻ ഇവിടെ വരെ എത്താൻ കഷ്ടപ്പെട്ടു. നിന്റെ കുടുംബത്തെ ഞാൻ ഒരു തരി പോലും നശിപ്പിച്ചിരിക്കും. നീ എന്റെ കുടുംബത്തോട് ചെയ്ത് തെറ്റ്.
നിന്നോടാണെന്ന് എനിക്കില്ല. നിന്റെ കുടുംബത്തോട് മാത്രമാണ് എൻ്റെ പക. നീ നിന്റെ കുടുംബത്തോട് ചെന്ന് പറഞ്ഞേരെ ഒരുത്തൻ അവതരിച്ചിട്ടുണ്ടെന്ന്. നിന്നെ വെറുതെ വിടുന്നത് നീ എൻ്റെ സുഹൃത്തായിപ്പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ.